പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ അടുക്കിലേക്ക് വരാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷം. അതേ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയമാണ് യോശുവയെ പറ്റി. ദൈവമനുഷ്യനായ യോശുവ. ദൈവമനുഷ്യനായ യോശുവ വേദപുസ്തകത്തിൽ പറഞ്ഞ വേദഭാഗത്തിൽ, അധ്യായത്തിൽ, വാക്യത്തിൽ ഞാൻ ആ വാക്യം പറയാൻ കേട്ടോ. ശക്തമായ ഒരു നിർദ്ദേശം അദ്ദേഹം പറയാൻ ഇടയായി. അതെങ്ങനെയാണെന്നറിയാം? ദൈവഭക്തൻ പറഞ്ഞത്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. നിങ്ങൾ ഏത് ദേവന്മാരെയോ ആരെയാവും നിങ്ങൾ ആശ്രയിക്കുന്നത്, നിങ്ങൾ നദിക്കക്കരെ വെച്ച് നിങ്ങൾ എങ്ങനെ ആശ്രയിച്ചു എന്നുള്ളതല്ല എൻ്റെ വിഷയം. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുമുള്ള വിഷയം, നിങ്ങൾ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതല്ല വിഷയം. പക്ഷേ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾ ആരെ സേവിച്ചാലും, നിങ്ങളെ ആരെ നമസ്കരിച്ചാലും, പക്ഷെ ഞാൻ എൻ്റെ കർത്താവിനെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അതേ പ്രിയപ്പെട്ടവർ, യോശുവയുടെ ആ കടുത്ത തീരുമാനമായിരുന്നു തൻ്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ തൻ്റെ മേൽ പകർന്ന വാഗ്ദത്തങ്ങളെ ആമൻ നേടിയെടുത്തത്, വാഗ്ദത്തങ്ങൾ പ്രാപിച്ചത്, ആമൻ പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ താൻ നേടിയെടുത്തത് തൻ്റെ ആ ഒറ്റ വാക്കിൽ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾ തികച്ചും ദൈവത്തെ സേവിക്കാൻ, സ്നേഹിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നുവെങ്കിൽ, അതെ, നിങ്ങളുടെ തീരുമാനം ദൈവസന്നിധി വലുതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവസന്നിധി എടുക്കുന്ന തീരുമാനം വലുതാണ്. ആ തീരുമാനത്തിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നിങ്ങൾ എങ്ങനെ ആരാധിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ വിഷയം. യോശുവ പറയുന്നു, പക്ഷെ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. അതായിരുന്നു തൻ്റെ മുമ്പിലുള്ള സകല പ്രതിസന്ധികളെയും ജയിക്കാൻ, മറികടക്കാൻ തനിക്ക് കഴിഞ്ഞത് തൻ്റെ ആ തീരുമാനമായിരുന്നു. ഞാൻ പറയട്ടെ, രാജ്യങ്ങൾക്ക് അതിർത്തിയുണ്ട്, സ്റ്റേറ്റുകൾക്ക് അതിർത്തിയുണ്ട്, ജില്ലകൾക്ക് അതിർത്തിയുണ്ട്, പഞ്ചായത്തുകൾക്ക് അതിർത്തിയുണ്ട്, വാർഡുകൾക്ക് അതിർത്തിയുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിനും സാത്താന്യ രാജ്യത്തിനും തമ്മിൽ അതിരുകളുണ്ട്. പാപത്തെ വെറുക്കുക, നീതിയിൽ നടക്കുക. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് പറയുന്നു, യോശുവ പറഞ്ഞത് നിങ്ങളുടെ തീരുമാനമായിരിക്കട്ടെ. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. ഇന്ന് പകൽ തകർന്നവർ, ഉടഞ്ഞവർ, മുറിഞ്ഞവർ, എന്നെ ആരും സഹായിക്കാനില്ല, കരുതാനില്ല എന്ന് പറയുന്നവരോട് ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവിൻ നിയോഗത്തിൽ, ഒരു പ്രവചനാത്മാവിൽ ഒരു ദൂത് ഞാൻ പറയുകയാണ്. നിങ്ങൾ യേശുവിനോട് ഹൃദയം തുറന്നൊരു തീരുമാനമെടുക്കുക. യേശുവേ, ഞാൻ നിൻ്റേതാണ്. ഇന്നു മുതൽ ഞാൻ നിൻ്റേതാണ്. എൻ്റെ മുമ്പിൽ അടഞ്ഞത് നീ തുറക്കുമല്ലോ, തകർന്നതിനെ നീ പണിയുമല്ലോ. തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.